Question number 9. താങ്കൾ എഴുതാൻ സ്പീഡ് ആവണേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക, ഫിഗർ വരയ്ക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിന് എന്തൊക്കെ ഡാറ്റാസ് ആണ് ആവശ്യമുള്ളത് ആലോചിച്ച് നോക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ആലോചിച്ച് ചെയ്യണം കേട്ടോ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട അവിടെ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യനിൽ അൽസാബിത്തെ? റേഡിയസ്. ക്വസ്റ്റ്യനിൽ എന്താണ് അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് സർക്കിൾ ആണോ ക്വസ്റ്റ്യൻ? അൽസാബിത്തെ, റേഡിയസ് കണ്ടുപിടിക്കാനാണോ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണോ ക്വസ്റ്റ്യൻ? എടാ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ എന്താ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലായോ? ഇന്റർസെക്റ്റിംഗ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, പിന്നെ എന്താണ് ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചരാ. Prove that for any point on the line intersecting the axis in the picture. അതൊക്കെ കഴിഞ്ഞിട്ട് നാളുകൂറിയായി. അതൊക്കെ കഴിഞ്ഞിട്ടേ നാളുകൂറിയായി. ഇതാണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്ന ഉദ്ദേശം. ഹാരിസേ പറഞ്ഞ പോലെ എന്താ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യണ്ടേ? ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റാസാ വേണ്ടായാൽ? എക്സ് ആക്സിസും വൈ ആക്സിസും കോർഡിനേറ്റ്സ് പോയിന്റ്സ്. ഏത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും? അത് തന്നിട്ടുള്ള 0, 2, 4, 0 ആണ്. അതിന്റെ പോയിന്റ്സ് വേണം. എക്സ് ആക്സിസും വൈ ആക്സിസിലും പോയിന്റ് അല്ല വേണ്ട ഇക്വേഷൻ ഓഫ് സർക്കിളിൽ. ആദിൽ മുഹമ്മദ്, ആദിൽ മുഹമ്മദ് അറിയില്ല സാർ. എന്നതാണ് കണ്ടുപിടിക്കണ്ടേ? ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിളിന്റെ ഫോർമുല എന്താ? x minus a whole square plus y minus b whole square is equal to r square. ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ? x കോർഡിനേറ്റ്, y കോർഡിനേറ്റും. ഫോർമുലയെ കുറിച്ച് ധാരണയില്ല, ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, പഴയ ടോപ്പിക് നോക്ക് എന്ന് പറഞ്ഞ അതിന് വേണ്ടിയിട്ടാ. എന്താ നമുക്ക് വേണ്ട ഇതിന്റെ ആൻസറിലേക്ക് എത്തണമെങ്കിൽ? വാട്ട് ഡാറ്റ ഈസ് റിക്വയർഡ് അഫ്നാൻ? സെന്ററിന്റെ കോർഡിനേറ്റും റേഡിയസിന്റെ ലെങ്ത്തും. ഇവിടെ നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. വി നീഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ. അപ്പോൾ നമുക്ക് എ ബി എന്നുള്ള വാല്യൂ കിട്ടുക. പിന്നെ നമുക്ക് വേണ്ടത് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ രണ്ടാൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. ദീസ് ടു ഡാറ്റാസ് ആർ വാട്ട് റിക്വയർഡ് in order to complete the question.
നല്ല വഴി എന്താ പെട്ടെന്ന് ചെയ്തേ. അഫ്ര എന്താണല്ലോ ഓപ്ഷൻ എന്ന് പറഞ്ഞു അഫ്ര? സർ ആംഗിൾ എ ഒ ബി 90 ഡിഗ്രി ആലോ. ആംഗിൾ എ ഒ ബി തീർച്ചയായും 90 ഡിഗ്രി ആണ്. അപ്പം ആ രണ്ട് പോയിന്റ്സും ഡയാമീറ്റർ ആവത്തില്ലേ? അബ്സല്യൂട്ട്ലി, പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ ആ ക്വസ്റ്റിന്റെ ഐഡിയ. നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആംഗിൾ എ ഒ ബി എന്നുള്ള എ ബി എന്നുള്ള പേര് അവിടെ ഇല്ല കേട്ടോ. എ ബി എന്നുള്ള പേര് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് എയും ഇത് ബി, ഇത് ഒറിജിൻ ആണ്. ദിസ് ആംഗിൾ ഇസ് ക്ലിയർലി 90 ഡിഗ്രി. ഇങ്ങനെ ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വി ഓൾറെഡി സ്റ്റഡീഡ് ഇൻ സർക്കിൾസ് ദാറ്റ് ഇങ്ങനെ ഒരു ആംഗിൾ വന്നാൽ അത് ആംഗിളിന്റെ സെമി സർക്കിൾ ആണ്. അല്ല, 90 ഡിഗ്രി വരുന്നത് സെമി സർക്കിളിലാണ്. അപ്പൊ അങ്ങനെ ആംഗിളിന്റെ സെമി സർക്കിൾ ആയതുകൊണ്ട് ഇവരെ ജോയിൻ ചെയ്യുന്ന ആള് ഡയമീറ്റർ ആയിരിക്കും. ദ ലൈൻ ജോയിനിങ് ദീസ് ടു പോയിന്റ് വിൽ ബി ദ ഡയമീറ്റർ. അപ്പൊ നമുക്ക് ഇത് ഡയമീറ്റർ ആണെന്ന് കിട്ടി. ഇവന്റെ എൻഡ് പോയിന്റുകൾ അറിയാം. ഇവിടെ നമുക്ക് സെന്ററും റേഡിയസ് ഒക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാമായി നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ആവട്ടെ. അപ്പൊ റീസൺ ഒക്കെ അവിടെ എഴുതണം കേട്ടോ. കൃത്യമായ സ്റ്റെപ്സ് വേണം. Angle AOB equal to 90 degree. Therefore, AB is the diameter of the circle. ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് സെന്റർ കണ്ടുപിടിക്കാം, റേഡിയസ് കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയയുടെ ഫോമിലേക്ക് എത്താം. സോറി, ഏരിയ എല്ലാം ഇക്വേഷൻ സർക്കിളിന്റെ ഫോമിലേക്ക് എത്താം. സ്പീഡ് ആവട്ടെ കേട്ടോ. അതിന്റെ കൂടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ചെയ്തോട്ടോ, കണ്ടിന്യൂ ചെയ്ത് പോക്കോ. കഴിഞ്ഞവരെ ഒന്ന് ചെക്ക് ചെയ്യണേ. നമ്മുടെ എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 3 ഉണ്ടായിരുന്നു, ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് കൺഫേം ചെയ്യാനാണ്. പ്രൂവ് ദാറ്റ് whatever number we take as x, the point x, 2x plus 3 is a point on the line joining. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ? ഓക്കെ, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത വേഗം. സെന്റർ കണ്ടുപിടിച്ച് 1 minute maximum to find the center. സെന്റർ ഓഫ് ദ സർക്കിളിന് 1 മിനിറ്റോടെ മാക്സിമം. ഒന്ന് ഫാസ്റ്റ് ആവട്ടെ കേട്ടോ. റൈറ്റ്, എങ്ങനെയാ സെന്റർ കണ്ടുപിടിക്കുക ഫാത്തിമ സഹല? സെന്റർ എങ്ങനെയാ കണ്ടുപിടിക്കുക? മിഡ് പോയിന്റ് വെച്ചിട്ട്. മിഡ് പോയിന്റ് വെച്ചിട്ട്. എന്താ മിഡ് പോയിന്റ് ഫോർമുല? x1 plus x2 by 2 y equal to y1 plus y2 by 2. ഓക്കെ, എത്ര കിട്ടിയ മിഡ് പോയിന്റ്? 2 1. 2 1 കറക്റ്റ് ആണ്. മിഡ് പോയിന്റ് ഓഫ് AB x1 plus x2 by 2, y1 plus y2 by 2 ആണ് ഫോർമുല. സോ x1 plus x2 by 2 എന്ന് പറയുമ്പോൾ 0 plus 4 by 2, y1 plus y2 by 2, 2 plus 0 by 2. 0 plus 4 by 2 ചെയ്യുമ്പോൾ 2 by 2, സോറി 0 plus 4 by 2 ചെയ്യുമ്പോൾ 4 by 2, 0 plus 2 by 2 എന്ന് പറയുമ്പോൾ 2 by 2 ആണ്, which is equal to 2 1. ഗുഡ്. ഇവന്റെ സെന്റർ 2 1 ആണ്. അതൊക്കെ ഫിഗറിൽ നോട്ട് ചെയ്താൽ വളരെ നല്ലതാട്ടോ. സെന്റർ 2 1 ആണ്.
സെന്റർ കിട്ടിയാൽ പിന്നെ അടുത്ത പണി എന്തായാലും നമ്മൾ പറഞ്ഞേ, സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ വാട്ട് നെക്സ്റ്റ് അൽഹ? ഇക്വേഷനിലേക്ക് എത്ര ഇനി എന്താ വേണ്ടേ? അതിനാ സ്ലോപ്പ് കണ്ടുപിടിക്കണേ? എന്തിനാണ് ഈ ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? അൽഹ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളേ? സർക്കിളിന്റെ ഇക്വേഷൻ സ്ലോപ്പ് എന്നൊരു സാധനം ആവശ്യമുണ്ടോ? എന്താ സർക്കിളിന്റെ ഇക്വേഷന്റെ ഫോർമുല? ഐഡിയ ഇല്ലാണ്ടാണ് ചെയ്തു പോകുന്നത്. ഫാത്തിമ സുബൈർ, നമുക്ക് ഇനി എന്താ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? റേഡിയസ് ആണ് നമുക്ക് അടുത്തത് വേണ്ടത്. കാരണം സർക്കിളിന്റെ ഇക്വേഷന്റെ ഫോം എക്സ് മൈനസ് എ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് 4ാമത്തെ തവണ പറയുന്നത്. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഈ ഇക്വേഷൻ എഴുതാൻ നമുക്ക് വേണ്ട ഡേറ്റ, ഒന്ന് സെന്ററിന്റെ കോർഡിനേറ്റ് ആയ എയും ബിയും ആണ്. 2 വേണ്ടത് റേഡിയസ് ആണ്. അതിൽ നമുക്ക് സെന്റർ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി റേഡിയസ് കൂടി കിട്ടിയാൽ മതി. എന്താണ് അങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്? ഇവിടെ നമുക്ക് എങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കാം നിഷാന സിയാദ്? ഹൗ വി ക്യാൻ ഫൈൻഡ് ദ റേഡിയസ്? സർ, ആ സെന്ററിന്റെയും ബിന്റെയും അല്ലെങ്കിൽ സെന്ററിന്റെ എന്റെയും ഡിസ്റ്റൻസ് ഫോർമുല. അബ്സല്യൂട്ട്ലി, ഡിസ്റ്റൻസ് ഫോർമുലയിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് നേരെ ബാക്കി ചെയ്യാം. റേഡിയസ് ഓഫ് സർക്കിൾ r is equal to root of സെന്ററും ബിയുമാണ്, അല്ലെങ്കിൽ സെന്ററും എയുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സെന്ററും എയും ആണെങ്കിൽ 0 - 2 അല്ലെങ്കിൽ 2 - 0 ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ഇരിക്കും. ഹോൾ സ്ക്വയർ പ്ലസ് 2 - 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നെഗറ്റീവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് 1 റൂട്ട് 5 യൂണിറ്റ്സ് ആണോ റേഡിയസ് കിട്ടി? റൂട്ട് 5 യൂണിറ്റ്സ്. ഓക്കെ, നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് എത്താം. ഇക്വേഷൻ ഓഫ് സർക്കിൾ. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങളായിട്ട് സ്റ്റെപ്പ് കുറയ്ക്കരുത്, നിർബന്ധമായ സ്റ്റെപ്പ് എഴുതണം. ഇക്വേഷൻ ഓഫ് സർക്കിൾ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. എക്സ് മൈനസ് എയുടെ വാല്യൂ 2 ആണ്, പ്ലസ് വൈ മൈനസ് ബിയുടെ വാല്യൂ 1 ആണ്, റേഡിയസ് റൂട്ട് 5 ആണ്. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ എയും ബിയും ആറും ഒരു തവണ കൂടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. ഇക്വേഷനിൽ നമ്മൾ തൊട്ട് മുമ്പ് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കൂടെ കൊടുത്താൽ ബെറ്റർ ആണ്. ഇവിടെ എ ബി ഈക്വൽ ടു സെന്റർ ആയ 2 1, റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 കൊടുത്താൽ നല്ലതാണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. നേരെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ സിംപ്ലിഫൈ ചെയ്തേ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിച്ചേ. 1 more minute maximum. സ്പീഡ് ആവട്ടെ. Thirty seconds. റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാ? റൂട്ട് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നേ ബോബി, റൂട്ട് 5ന്റെ സ്ക്വയർ
റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാടാ? നമ്മുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റൂട്ട് 5ന്റെ സ്ക്വയർ. 25 അല്ലേ? അപ്പൊ 5ന്റെ സ്ക്വയറോ? അപ്പോൾ 5ന്റെ സ്ക്വയർ എന്താണ്? ബോബി എടുത്താണ് എങ്ങനെ? 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ 25. അപ്പൊ റൂട്ട് 5ന്റെ സ്ക്വയർ ആരാ? എൽദോസജി, സർ 5 ആണോ? റൂട്ട് 5ന്റെ സ്ക്വയർ 5 ആണ്. റൂട്ട് സ്ക്വയറും ക്യാൻസൽ ആവും. ഫൈനൽ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ഫാത്തിമ ഇർഫാന? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ x square minus 2x into 2 plus 4 minus y square minus 2y into 1 plus 1 equal to 5. ഓക്കെ, അതിനെ ഒരു സ്റ്റെപ്പോടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x into 2 എന്തായി? x square plus y square minus 4x plus 4 minus 2y plus 1 minus 5. ഓക്കെ, ഇങ്ങനെ ഒരു നമ്മൾ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 5. നമ്മളൊന്ന് എക്സ് സ്ക്വയർ ടൈം ആദ്യം എഴുതി, വൈ സ്ക്വയർ ടൈം സെക്കൻഡ് എഴുതി, എക്സ് ടേം തേർഡ്, വൈ ടേം ഫോർത്ത്, പിന്നെ നമുക്ക് വരിക ഒരു 4 + 1 5 ഉണ്ട് ഈക്വൽ ടു 5. ഇനി അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാണ് സ്റ്റാൻഡേർഡ് ഫോം. സോ നമുക്ക് ആ 5നെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y പ്ലസ് 5 മൈനസ് 5 ഈക്വൽ ടു 0. ആ പ്ലസ് 5 മൈനസ് 5 കട്ടായി പോവും. ബാക്കി നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y ഈക്വൽ ടു 0 എന്ന് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ആണോ? ഫൈൻ. This will be the final equation of the circle that is provided in the question. കഴിഞ്ഞോ everyone? അപ്പൊ എക്സസൈസിൽ ഇനി വേറെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ലല്ലോ? നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കി, വേഗം നോക്കി. ചെയ്യാത്തതോ നമ്മൾ സ്കിപ്പ് ചെയ്തതോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? പെട്ടെന്ന് നോക്കി. ഓക്കെ ആണോ? ശരി. If so, let us move on to the chapter that we just started to discuss. Chapter 8, solids. ഒന്നെടുത്തേ, നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്നെടുത്തേ വേഗം. ചാപ്റ്റർ 8 സോളിഡ്സ്. ഒരു സ്ക്വയർ പിരമിഡ് നിങ്ങളോട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിരുന്നു ഇല്ലേ? ആ സാധനമൊക്കെ ഒന്ന് അടുത്തേക്ക് എടുത്തു വെച്ച് നമുക്ക് ആവശ്യമുണ്ട്. A square pyramid. പെട്ടെന്ന് സ്ക്വയർ പിരമിഡ് എല്ലാവരും കയ്യിലുണ്ടോ? അതോ അതിന്റെ വഴിക്ക് പോയോ? കത്തിച്ചു കളഞ്ഞോ? ആ, വെരി ഗുഡ്. വേറെ കുറെ കൈകൾ പൊങ്ങുന്നുണ്ട്. ഓക്കെ, കഷ്ടപ്പെടണ്ട. ഇനി സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഷ്ടപ്പെടണ്ട. ഒക്കെ മാറ്റിക്കോ, ഹാൻഡ്സ് ഒക്കെ മാറ്റിക്കോ. നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ എവിടം വരെ നോക്കി ആദ്യം ഒന്ന് കേൾക്കട്ടെ. ആദ്യം ഷബന, നമ്മൾ എവിടം വരെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത്? സോളിഡ്സിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി, അപ്പൊ എനിക്ക് ഐഡിയ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് നോക്കണമെന്നില്ല മോളെ, ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. ഏതാന്ന് പറഞ്ഞാൽ മതി, അത് നോക്കിക്കോളാം. പഴയ ബുക്ക് എവിടെയാ? പഴയ ബുക്ക് എടുക്ക്. സോളിഡ്സിന് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി വേണം. പഴയ ബുക്കിൽ എഴുതാനല്ല, പഴയ ബുക്കിലെ ഐഡിയാസ് നമുക്ക് വേണം എവിടെയായാലും. ഏതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ അലൈന? ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പറോ പേജ് നമ്പറോ ഇനി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയോ വേഗം.
എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കി. അനീറ്റ കിട്ടിയോ? അനീറ്റ Find the surface area of a square pyramid with base edge 10 centimeter and lateral edge 13 centimeter. ബേസ് എഡ്ജ് 10ഉം ലാറ്ററൽ എഡ്ജ് 13ഉം അല്ലേ? ഓക്കെ. അത് കണ്ട് ഈ ഹൈറ്റ് ഓഫ് ദ പിരമിഡുമായി കണക്ട് ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നിരുന്നോ? ഹൈറ്റ് ഓഫ് ദ പിരമിഡ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെച്ചിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ വന്നിരുന്നോ? ഓക്കെ. അപ്പൊ നമ്മള് സോഫാർ ഒരു സ്ക്വയർ പിരമിഡിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും സ്ക്വയർ പിരമിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിയേക്കുന്ന നോട്ട് മുമ്പിൽ വെക്കുക കേട്ടോ. കഥ കേട്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് ഹിസ്റ്ററി ക്ലാസ് അല്ല. കഥ കേട്ടിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി കുറേ നോട്ടുകൾ എഴുതിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് എടുത്ത് മുമ്പിൽ വെക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്ന ഷേപ്പ് നമുക്കറിയാം. ആ ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ബേസിൽ എന്താണുള്ള ഹന ഫാത്തിമ സ്ക്വയർ പിരമിഡിന്റെ? ഹന, സ്ക്വയർ പിരമിഡിന്റെ ബേസ് ആരാണ്? ഹന, പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറ. സ്ക്വയർ പിരമിഡിന്റെ ബേസ് താഴത്തെ ഷേപ്പ് ഏതാണ്? നമ്മൾ ടേബിളിലേക്ക് വെക്കുന്ന താഴത്തെ ഷേപ്പ് ഏതാണ്? സ്ക്വയർ. അതുകൊണ്ടല്ലേ സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ ചുറ്റും ചില ഫേസുകളുണ്ട്. ആ ഫേസിന്റെ ഒക്കെ ഷേപ്പ് എന്താ ജീലാനി? ചുറ്റുമുള്ള ഷേപ്പിന്റെ ചുറ്റുമുള്ള ഷേപ്സ് എല്ലാം ട്രയാങ്കിൾസ് ആണ്. അങ്ങനെ എത്ര ട്രയാങ്കിൾസ് അതിന്റെ ചുറ്റുമുള്ള ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ദിയ? 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ ഓൾ ടുഗെദർ മൊത്തത്തിൽ ഈ കാണുന്ന സ്ക്വയറും ട്രയാങ്കിളും എല്ലാം ഉൾപ്പെടെ എത്ര ഫേസ് ഉണ്ട് അപ്പൊ മൊത്തം? ആമിന, 4 ഉള്ളൂ മൊത്തം. ബേസും ചുറ്റുമുള്ള 4 ആൾക്കാരൊക്കെ ഉൾപ്പെടെ 4 ഉള്ളൂ. 5 പേരുണ്ട്. 5 പേരിൽ ഒരെണ്ണം സ്ക്വയറും ബാക്കി 4 എണ്ണം ട്രയാങ്കിൾസും ആണ്. 5 പേരിൽ ഒരെണ്ണം സ്ക്വയർ ആണ്, ബാക്കി 4 എണ്ണം ട്രയാങ്കിൾ ആണ്. ഈ 4 ട്രയാങ്കിൾസും ഒരു പെക്യുലാരിറ്റി ഉണ്ടല്ലോ. ഓൾ ദ 4 ട്രയാങ്കിൾസ്. എന്താ സാറാ ഫാത്തിമ 4 പെക്യുലാരിറ്റി? ഈക്വൽ ആയിരിക്കും. ഈ 4 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല ഇതിലെ ഓരോ ട്രയാങ്കിളും ഐസോസെലസ് ആയിരിക്കും. കാരണം അതിന്റെ 2 സൈഡിലും വരുന്ന അതിന്റെ 2 സൈഡ് ഇങ്ങനെ സൈഡിലേക്ക് വരുന്ന 2 പേരുണ്ടല്ലോ, ആ 2 പേരും ലെങ്ത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇത്രയൊക്കെയാണ് സ്ക്വയർ പിരമിഡുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഐഡിയ, ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ പിരമിഡിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയ പോയിന്റ് ഉണ്ട്, കൂർത്തിരിക്കുന്ന പോയിന്റ് അല്ലെ? ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് പേരെന്തായിരുന്നു? ദാറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് നിഷാന ജമാൽ. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് അപ്പെക്സ് ഓഫ് ദ പിരമിഡ് നമ്മൾ പറയും. ഇതാണ് പിരമിഡ് എന്നുള്ള ഷേപ്പ്. അതെന്തായാലും നമുക്ക് ഒന്നോടെ ഉണ്ടാക്കേണ്ട വരൂടോ. നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണെന്നൊക്കെയുള്ള. ഇപ്പൊ തൽക്കാലം എന്റെ പിന്നാലെ പോണ്ട. ഇതാണ് നമുക്കുള്ള സ്ക്വയർ പിരമിഡ് എന്നുള്ള ഷേപ്പ്. അതിന്റെ ബേസ് സ്ക്വയർ ആണ്, ചുറ്റും 4 ട്രയാങ്കിൾസ് ഉണ്ട്, ടോപ്പ് മോസ്റ്റ് പോയിന്റ് അപ്പെക്സ് ആണ്, ചുറ്റുമുള്ള 4 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്, 4 ട്രയാങ്കിളും ഐസോസെലസ് ആണ്. എന്ന് മാത്രമല്ല സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്താണോ അതേ ബേസ് തന്നെയാണ് ട്രയാങ്കിളിന്റെയും ബേസ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു. ഇനി ഈ കാണുന്ന സ്ക്വയറിന്റെ സൈഡ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബേസ് എഡ്ജ്. ബേസ് എഡ്ജിന് 2 സിംബലുകൾ കൊടുക്കാറുണ്ട്. ബേസ് എഡ്ജിനെ ബി എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, എ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം, അല്ലെങ്കിൽ എങ്ങനെയാണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ പോയാൽ മതി. നമുക്ക് 2 ഏതായാലും പ്രശ്നമില്ല. ഓക്കെ, ശരി. ഇനി ട്രയാങ്കിളിന്റെ സൈഡിന്റെ പേരെന്താ അബിയ? ഈ സൈഡിന്റെ പേരെന്താ? ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫുള്ളാ. ട്രയാങ്കിളിന്റെ സൈഡിന് എന്താ വിളിക്കാന്ന്? ട്രയാങ്കിളിന്റെ സൈഡ് ഉണ്ട്, നമ്മുടെ നോട്ടിലുണ്ട്. ലാറ്ററൽ എഡ്ജ്. എന്താ അതിന്റെ സിമ്പല്? ലാറ്ററൽ എഡ്ജ് ഇ എന്ന് നമ്മൾ നോട്ട് ചെയ്യാം കേട്ടോ. ട്രയാങ്കിളിന്റെ സൈഡ് മാറിപ്പോകരുത്. ട്രയാങ്കിളിന്റെ സൈഡിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ്. ഇനി ഇതുപോലെ തന്നെ ഈ ട്രയാങ്കുലർ ഫേസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ എല്ലാ ട്രയാങ്കിളിനും ഉള്ളതുപോലെ ഈ ട്രയാങ്കിളിനും ഒരു ഹൈറ്റ് ഉണ്ട് അല്ലെ? ആ ട്രയാങ്കുലർ ഷേപ്പിന്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കുലർ ഫേസ്.
ഇങ്ങനെയാണ് ഒരു ഏകദേശം. ഈ കാണുന്ന ട്രയാങ്കുലർ ഫേസിന്റെ ഹൈറ്റ് അതിനെന്താ പേര് വിളിക്കുക ഫാത്തിമ ബിവി? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ്. അതുകൊണ്ട് തഫ്സീർ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാൻ കാരണം ചെരിഞ്ഞതായോണ്ട്. ആ ഹൈറ്റ് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കുക. പിക്ചറൈസ് ചെയ്യണം കേട്ടോ മനസ്സിൽ. പിരമിഡ് എങ്ങനെയാ നിൽക്കുക, സ്ലാൻഡ് ഹൈറ്റ് എങ്ങനെയാ നിൽക്കുക എന്നൊക്കെയുള്ള ഐഡിയാസ് മനസ്സിലേക്ക് വരണം. അവൻ നമ്മൾ വിളിക്കുന്നവരാണ് സ്ലാൻഡ് ഹൈറ്റ്. എന്താ സ്ലാൻഡ് ഹൈറ്റിന്റെ സിമ്പൽ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ? സിമ്പൽ ഓഫ് സ്ലാൻഡ് ഹൈറ്റ് ബിമ സിദ്ദീഖ്. സ്ലാൻഡ് ഹൈറ്റിന്റെ സിമ്പൽ എൽ എന്നാണ്. അപ്പൊ ഇതാണ് ആള് സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ വിളിക്കും. സിമ്പൽ എൽ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ സ്ലാൻഡ് ഹൈറ്റ് ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്തു. ഈ കാണുന്ന സ്ലാൻഡ് ഹൈറ്റിനെ വെച്ചിട്ട് വി ക്യാൻ പ്രപ്പോസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. പറഞ്ഞല്ലേ നോക്കി നമ്മൾ ഐഡിയ ആണെന്നാണ് എന്റെ ഓർമ്മ. സ്ലാൻഡ് ഹൈറ്റ് വെച്ചിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല ഇല്ലേ? ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങനെയാണോ? വളരെ പ്രധാനപ്പെട്ട റൈറ്റ് ട്രയാംഗിൾ ആണ് നമുക്ക് ടോപ്പിക്കില്. വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ലൈക്ക് ദിസ്. അതില് ഇവൻ സ്ലാൻഡ് ഹൈറ്റ് ആണ്, ഇവൻ ലാറ്ററൽ എഡ്ജ് ആണ്. ഈ താഴെയുള്ള ആളായിരിക്കും വൺ വിച്ച് കംസ് അറ്റ് ദ ബോട്ടം. അനീറ്റ ആരാത്? ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് ആണോ ഇത്? ഈ സൈഡ് ഹാഫ് ബേസ്. ഹാഫ് ഓഫ് ദ ബേസ് എഡ്ജ്. ബേസ് എഡ്ജിന്റെ പകുതി. കാരണം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ? ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റൈറ്റ് ട്രയാംഗിൾ. അതിൽ ബേസ് എഡ്ജ് കംപ്ലീറ്റ് ഇല്ല, ബേസ് എഡ്ജിന്റെ പകുതിയേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഇത്രയും ഫണ്ടമെന്റൽ ഐഡിയാസ് ആയിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറിയിട്ടില്ല. ഇത്രയുമാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഐഡിയാസ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇഫ് വി നോ എനി ഓഫ് ദ ടു സൈഡ്സ് വി ക്യാൻ ഫൈൻഡ് ദ തേർഡ് വൺ. അപ്പൊ നമുക്ക് ബേസ് എഡ്ജ് അറിയാം, സ്ലാൻഡ് ഹൈറ്റ് അറിയാമെങ്കിൽ അവർ വെച്ചിട്ട് ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാം. ലാറ്ററൽ എഡ്ജും ബേസും അറിയാമെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ലാറ്ററൽ എഡ്ജും സ്ലാൻഡ് ഹൈറ്റും അറിയാമെങ്കിൽ ബേസ് കണ്ടുപിടിക്കാം. ഇതെല്ലാം നമുക്ക് ട്രിഗ്നോമെട്രി പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് റൈറ്റ് ട്രയാംഗിളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് നോക്കി എന്തെങ്കിലും കൺഫ്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടോ? വേഗം. ഒരുപാട് ടൈം നമുക്ക് അതിന്റെ പോലെ കളയല്ല കേട്ടോ, ഒരിക്കൽ പഠിച്ച ടോപ്പിക്കാണ്. സ്പീഡ്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ എന്ന് വേഗം നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പെട്ടെന്ന്. ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്ത് പോയ ടോപ്പിക്കാ. ഓക്കെ ആണോ എല്ലാവർക്കും? എവരിവൺ ശരി, അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഇനി ഇത്രയും ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ നേരെ പിരമിഡുമായി ബന്ധപ്പെട്ട് പഠിച്ച ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പൊ ഇതൊക്കെ പിരമിഡിന്റെ ബേസിക് ഐഡിയാസ് ആട്ടോ. ഒരു പിരമിഡിനുള്ള ഷേപ്പ് എങ്ങനെയാണ്, അതിൽ സൈഡ്സ് ആരൊക്കെയാണുള്ള, അതിന്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ട്രയാങ്കിൾ ഏതാണ് വരിക, എക്സെട്ര എക്സെട്ര. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ട്രയാങ്കിളിലേക്ക് പോകുന്നത്. ആൻഡ് ദാറ്റ് വാസ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് എ പിരമിഡ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായി പഠിച്ച ഐഡിയ. അപ്പൊ സർഫസ് ഏരിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കാണാവുന്ന, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആൾക്കാരും എടുക്കണം. ഒരു പിരമിഡൽ ഷേപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു, നിങ്ങൾക്ക് ആരെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ ആ ടച്ച് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് സർഫസ്. സർഫസ് എന്ന് പറയുന്നതാണല്ലോ അല്ലേ, സർഫസ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വലിയ ഫുട്ബോൾ നമ്മൾ എടുത്തു, വലിയ ഫുട്ബോൾ. ഓക്കെ, ഈ ഫുട്ബോളിൽ എവിടെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുക? ഫുട്ബോൾ ഇങ്ങനെ കാറ്റ് നിറച്ചു വെച്ചൊക്കെ കളിക്കാൻ വേണ്ടി ഫുട്ബോൾ നമുക്ക് എവിടെ ടച്ച് ചെയ്യാൻ പറ്റുക? ടച്ച് ചെയ്യാൻ പറ്റുക എവിടെയാ? വെളിയിൽ മാത്രം. എവിടെയാ? പന്തിന്റെ വെളിയിൽ മാത്രം. പന്തിന്റെ വെളിയിലാണ് അല്ലെ, പന്തിന്റെ ഔട്ടർ പോർഷൻ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ആ ഔട്ടർ പോർഷൻ നമ്മൾ എന്ത് പേര് വിളിക്കുക? സർഫസ് ഓഫ് ദ ബോൾ എന്ന് പറയാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, സേ എക്സാമ്പിൾ. ഇങ്ങനെ കുപ്പി നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കട്ടെ. ഈ കുപ്പി നിറച്ച് വെള്ളം നമ്മൾ ടൈറ്റ് വെച്ച് വെക്കുക. ഈ കാണുന്ന കുപ്പിയുടെ ഈ കാണുന്ന ഔട്ടർ സർഫസ് മൊത്തം എനിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാം, ശരിയല്ലേ? ഇങ്ങനെ ടച്ച് ചെയ്യാം. അപ്പൊ ഈ ടച്ച് ചെയ്യുന്ന ഔട്ടർ സർഫസിന്റെ ഏരിയക്ക് നമ്മൾ എന്ത് പേര് വിളിക്കുക?
സർഫസ് ഏരിയ. ഇതിനുള്ളിൽ വെള്ളമുണ്ട്, ആ വെള്ളം പല 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 ഷേപ്പ്, കുപ്പിയുടെ ഷേപ്പ് അനുസരിച്ച് വെള്ളത്തിന് പല പല ഷേപ്പ് വരും അല്ലേ? എന്താണോ കുപ്പിയുടെ ഷേപ്പ് അതാണ് വെള്ളത്തിന്റെ ഷേപ്പ് വരിക. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളാകെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നത് ഈ ടച്ച് ചെയ്യാൻ കഴിയുന്ന പോർഷന്റെ ഏരിയക്കാണ് സർഫസ് ഏരിയ നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പിരമിഡിനെ സംബന്ധിച്ച് ടച്ച് ചെയ്യാൻ പറ്റിയ എത്ര പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫേസസ് ഉണ്ട് ടച്ച് ചെയ്യാൻ പറ്റിയേ? എത്ര ആണല്ലോ ഒരു പിരമിഡിന് എൽദോസജി ടച്ച് ചെയ്യാൻ പറ്റിയ എത്ര ഫേസ് ഉണ്ട്? സ്ക്വയറും ട്രയാങ്കിൾ 5. മൊത്തം 5 ഫേസ് ഉണ്ട്. ആ 5 ഫേസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു സ്ക്വയർ, ഇനി അവനെ കൂടാതെ 4 ട്രയാങ്കിൾ. ഈ 4 ട്രയാങ്കിളിനെ 4 into എന്ന് എഴുതാൻ കാരണം എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? എന്നുണ്ടെങ്കിൽ 4 പേര് 4 into എന്ന് എഴുതാൻ കാരണം നൗറിൻ? അതിന്റെ സൈഡും എല്ലാം സെയിം ആണ്. എല്ലാം സെയിം ആണ്. അപ്പൊ ഒരാളെ കണ്ടുപിടിച്ചാൽ അതിനായിരിക്കും ബാക്കി എല്ലാവർക്കും അല്ലേ? ശരി, ഇനി ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയക്ക് നമ്മൾ സ്പെഷ്യൽ നെയിം പഠിച്ചായിരുന്നല്ലോ. അതെന്തായിരുന്നു ആഷ്നമോൾ? ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ. ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ അത് നമ്മൾ വിളിച്ച സ്പെഷ്യൽ നെയിം ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. സ്ക്വയറിന്റെ ഏരിയക്ക് നമ്മൾ സ്പെഷ്യൽ നെയിം പറഞ്ഞായിരുന്നല്ലോ. ആ സ്ക്വയറിന്റെ ഏരിയക്ക് എന്തായിരുന്നു അൽഷിഫ? അൽഷിഫ സ്ക്വയറിന്റെ ഏരിയ ബേസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു TS എന്ന് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ബേസ് ഏരിയ ബേസ് ബി ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ ആയതുകൊണ്ട് ബി സ്ക്വയർ അല്ലേ? ലാറ്ററൽ സർഫസിലേക്ക് വരുമ്പോൾ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിന് പകരം നമ്മൾ ഏത് സിമ്പിൾ കൊടുക്കണോ എന്ന് പറഞ്ഞേ? ഹൈറ്റിന് സ്ഥാനത്ത് ഏതാ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ അമീൻ ഷാജി. സാർ എല്ലാണോ? എല്ലാണ്. സ്ലാൻഡ് ഹൈറ്റ് ആണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ 4 ഉം 2 ഉം കട്ട് ചെയ്യാം, 2 വരും. ഫൈനൽ ഫോർമുല ബി സ്ക്വയർ പ്ലസ് 2BL. എ ഉപയോഗിച്ചെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2AL നമുക്ക് ഫൈനൽ ഫോർമുല. ഇതായിരുന്നു നമ്മൾ പഠിച്ച സർഫസ് ഏരിയ ഓഫ് എ പിരമിഡിന്റെ കൺസെപ്റ്റ്. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. പെട്ടെന്നാവട്ടെ. സമയം കളയില്ല കേട്ടോ. പെട്ടെന്ന് മറിച്ച് നോക്കി. നമ്മളിതിന്റെ എക്സാമ്പിൾസ് ചെയ്തിരുന്നോ? എക്സാമ്പിൾസ് അതോ ഫോർമുല മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളോ? ഒന്ന് പറഞ്ഞ ഫാത്തിമ സുബൈർ, നമ്മൾ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എത്ര എക്സാമ്പിൾ ചെയ്തു? 3. ഒന്ന് വായിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. Find the surface area of a square pyramid with the base edge 12 cm and height of the triangle 8 cm. Okay. Second, what is the surface area of a pyramid with the base and height of a triangular face 16 and 6 cm respectively? ശരി, പിന്നെ Find the surface area of square pyramid with the base edge 10 and lateral edge 13 cm. ഓക്കെ, ഇനിയുണ്ടോ? ശരി, അപ്പൊ ഈ കാണുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യനിലും ഡയറക്ട്ലി നമുക്ക് ഒന്നെങ്കിൽ ബേസ് എഡ്ജും തന്നിട്ടുണ്ടാവും, സ്ലാൻഡ് ഹെഡും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബേസ് എഡ്ജും ചിലപ്പോൾ ലാറ്ററൽ എഡ്ജും ആയിരിക്കും. അപ്പൊ നമ്മൾ സ്ലാൻഡ് ഹെഡിനെ കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോൾ സ്ലാൻഡ് ഹെഡിനെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ എന്താ നമ്മുടെ മുമ്പിൽ? അഫിൻ ഹാഷിം, നമുക്ക് ബേസ് തന്നിട്ടുണ്ട്, ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ട്. എങ്ങനെ സ്ലാൻഡ് ഹെഡ് കണ്ടുപിടിക്കാം? അഫിൻ ഹാഷിം, എന്താണ് അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. അനുശ്വര, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? സാർ ബേസ് ലാറ്ററൽ സൈഡ് നന്നേക്കണ ഈക്വേഷനിലോട്ട് ആക്കാല്ലേ? എങ്ങനെ നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കാന്നുണ്ട് ചോദ്യം. തന്നിരിക്കുന്നത് ബേസും ലാറ്ററൽ എഡ്ജുമാണ്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ? സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇക്വേഷനിലോട്ട് മാറ്റാൻ പാടില്ലേ? ഏത് ഇക്വേഷനിലേക്ക് മാറ്റും? ഇപ്പൊ പറഞ്ഞ ബി സ്ക്വയർ പ്ലസ് 2BL. ബി സ്ക്വയർ പ്ലസ് 2BL എന്നുള്ള ഫോർമുലയിൽ നമുക്ക് വേണ്ട ആൾക്കാർ എല്ലാവരും ഇപ്പൊ ഉണ്ടോ നോക്കി.
ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നേക്കാണ് ബേസ് ഓഫ് ദ പിരമിഡ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഇനി ലാറ്ററൽ എഡ്ജ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. എനിക്ക് ഇവന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ആവശ്യമായ എല്ലാ ആളുകളും ഇപ്പോൾ ആയിട്ടുണ്ടോ? എല്ലാവരും ആയിട്ടുണ്ടോ? ഫാത്തിമ ബീവി ഇല്ല. ആയിട്ടില്ല. ആരെ ഇപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ള? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് മിസ്സിംഗ് ആണ്. എങ്ങനെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കും? മിസ്സിംഗ് ആയ സ്ലാൻഡ് ഹൈറ്റിനെ റൈറ്റ് ട്രയാങ്കിൾ ബി ബി b/2 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. b/2 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഈ സംഗതി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നേരെ സർഫസ് ഏരിയയിലേക്ക് പോകാണ്ടോ. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവാൻ നമുക്ക് ഒന്ന് രണ്ട് പ്രാക്ടീസ് എക്സാമ്പിൾസ് കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. എഴുതിക്കോ താഴെ. ബിലോ റൈറ്റ്. സ്പീഡ് ആവണേ. ഫൈൻഡ് ദ സർഫസ് ഏരിയ. Find the surface area of a square pyramid find the surface area of a square pyramid with base and height of the triangular face, base and height of the triangular face 7 centimeter and 8 centimeter respectively. 7 centimeter and 8 centimeter respectively. ഇത് ചെയ്യണേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ വെച്ച് എടുത്ത് എഴുതിയിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. നേരെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. സിമ്പിൾ വെച്ച് എടുത്ത് എഴുതുക, എന്നിട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റിന് ആൻസർ എന്നാണോ? നീ എന്തിനാ നേരത്തെ വിളിച്ചിട്ട് വിളിയാക്കാൻ? നീ ക്ലാസ്സിലല്ലല്ലോ പല സമയത്തും. നേരത്തെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിന്റെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ലോ. Find the surface area of a square pyramid with the base and height of the triangular face 7 centimeter and 8 centimeter respectively. ആദ്യം സിമ്പിൾ വെച്ച് എടുത്ത് എഴുതണം കേട്ടോ. ആദ്യത്തെ പണി അതാണ്. സ്പീഡ് ആവട്ടെ. 1 more minute. സിമ്പിൾ വെച്ച് പറയുമ്പോഴേ ഒന്ന് പറഞ്ഞേ, ഇതിൽ ആരൊക്കെ നമുക്ക് തന്നേക്കുന്ന യൂസിങ് സിമ്പിൾ? ഇബ്രാഹിം ബാദുഷ. എന്നിട്ട് എത്രയാ? 7 സെന്റിമീറ്റർ. ശരി, പിന്നെ ഹൈറ്റ് വന്നിട്ടുണ്ട് എൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8 സെന്റിമീറ്റർ. ശരി, ഈ ബേസ് എഡ്ജിനെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബി ഓ എ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ചോയ്സ് ആണേ. ബി ഓർ എ ഡിപ്പെൻസ് അപ്പോൺ യു. അപ്പൊ നമ്മൾ എഴുതുമ്പോ ബി ഈക്വൽ ടു 7 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. എൽ ഈക്വൽ ടു 8 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. സർഫസ് ഏരിയ ഈക്വൽ ടു, ഫോർമുല നിർബന്ധമായി എഴുതണം, സർഫസ് ഏരിയ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 2bl. ബിയുടെ വാല്യൂ 7,
2 into base 7 slanted 8. സിംപ്ലിഫൈ ചെയ്യാം. ചോദ്യം സാറാ സർ ഹൈറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില്? ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്നല്ലേ നോക്കി അല്ലേ? എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ വെറുതെ ഹൈറ്റ് എന്ന് പറയാതെ. സിംപ്ലിഫൈ ചെയ്ത വേഗം സിംപ്ലിഫൈ ചെയ്ത ഞങ്ങളേതെ ഫാസ്റ്റ് ആവണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ റൈറ്റ് ഒന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഹിയർ ഫൈനൽ ആൻസർ കഴിഞ്ഞിട്ടില്ലേ? എന്നെ താമസം ഇനി ഏതാ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കേക്കട്ടാ. ഏതാ സിംപ്ലിഫൈയുടെ ബുദ്ധിമുട്ടുള്ള വാല്യൂ? എടാ ഇതിൽ ഏതാ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വാല്യൂ നീ പറ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ പറ കേക്കട്ടെ. ബുദ്ധിമുട്ടൊന്നുമില്ല. പറഞ്ഞ മോനെ ജിലാനി സിംപ്ലിഫൈ ചെയ്യുമ്പോ 49 plus 2 into 56. 49 ആണ് 7 സ്ക്വയർ. 2 into 7 into 8 എന്ന് പറഞ്ഞാൽ 56 ആണ്. അപ്പൊ 49 plus 112 112 അല്ലേ? 112 ആഡ് ചെയ്യുമ്പോ ഫൈനൽ എന്ത് കിട്ടി? 161. 161 149 59 61 കറക്റ്റ്. 161 യൂണിറ്റ് എന്താ ഇവന്റെ? യൂണിറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്? അമാന സോലയോ യൂണിറ്റ് എന്താ ഇവന്റെ? സെന്റിമീറ്റർ സ്ക്വയർ. സംടൈംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഗിവൺ ചിലപ്പോൾ മീറ്റർ സ്ക്വയറും ആവാട്ടോ. ചിലപ്പോ മീറ്റർ സ്ക്വയറും ആവാം. കഴിഞ്ഞില്ലേ എല്ലാവരും? പറഞ്ഞോ. ഇക്വേഷൻ a² + 2al എഴുതിയ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ബിയും എയും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സിമ്പിൾ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും തരുന്നില്ല. വേണേ b² + 2bl എന്ന് പറയാം, വേണേ a² + 2al എന്ന് പറയാം. കംപ്ലീറ്റഡ് റൈറ്റ്? കുഴപ്പമില്ലോ? ശരി, അപ്പൊ നെക്സ്റ്റ് വൺ വേഗം എഴുതിക്കേ. Next one, find the surface area. Find surface area of a square pyramid. Of a square pyramid with height of the triangular face. With height of the triangular face. Height of the triangular face 12 centimeter. Height of the triangular face 12 centimeter. And the length of two equal sides of the triangle. The length of two equal sides of the triangle. Length of two equal sides of the triangle 13 centimeter. ചെയ്ത് വേഗം. സ്പീഡ് ആവട്ടോ. സാർ
ആ ക്വസ്റ്റ്യന്റെ തുടക്കം ഒന്നുകൂടെ പറയോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ഫാത്തിമ ബീവി. Find the surface area of a square pyramid with height of the triangular face 12 centimeter and length of two equal sides of the triangle 13 centimeter. ഓക്കെ 13 13 13ഉം 12 കേട്ടോ. സ്പീഡ് ആവണേ, ഡോണ്ട് വേസ്റ്റ് ടൈം. ടൈം കളയാനില്ല, സ്പീഡ് ആവണം. നല്ലപോലെ ആലോചിച്ച് നോക്കുക. തന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നു, അത് ഈ ചാപ്റ്റർ മൊത്തം അങ്ങനെയായിരിക്കും. സിമ്പിൾ വെച്ചിട്ട് എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ നമുക്ക് ചില ലെങ്ത്തുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതിന് സിമ്പിൾ ഉപയോഗിച്ച് എഴുതുക. എന്നിട്ട് കണക്ട് ചെയ്യുക. നമ്മളുടെ ഫോമുല എന്താണ്, ഫോമുലയിൽ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വാല്യൂസും ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആരാണ് മിസ്സിങ് എന്ന് ചിന്തിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ഉപയോഗിച്ച് എഴുതിയാൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സിമ്പിൾ ഉപയോഗിച്ച് എഴുതിയാൽ കേട്ടെ, സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതിയെങ്കിൽ ഫാത്തിമ പി എ സ്ലാൻ ഹൈറ്റ് L തന്നിട്ടുണ്ട്. ആ പിന്നെ ലാറ്ററൽ എഡ്ജ് E തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലും ഇയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. റൈറ്റ്, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ മെത്തേഡ് എന്താ? അമീൻ ചാജി ഒന്ന് പറഞ്ഞവനെ. അതെനിക്ക് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ A² + 2A എഴുതി. ചെയ്തോ? അതിന് എത്രയാ മാറി 12 സെന്റിമീറ്റർ. അവിടെയാണ് നിങ്ങളോട് നേരത്തെ പറഞ്ഞേ, കൃത്യമായി ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറയാം. അതുകൊണ്ടാണ് മാറിപ്പോവും. ഞാൻ പറഞ്ഞേ മാറിപ്പോവാതെ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞേ. ആയാനൊന്ന് പറഞ്ഞേ എങ്ങനെ ചെയ്യാൻ പറ്റുക? സാർ ഞാൻ ഈ മാറി എ ഇട്ടാൽ എനിക്ക് വെട്ടാൻ എളുപ്പമാണ് പേപ്പർ നോക്കുമ്പോ. അച്ചു സാറ് നമ്മൾ എങ്ങനെ ചെയ്യാ? B² + L² = 13². B² + L² 13² അല്ല, അവിടെ വീണ്ടും തെറ്റ്. ട്രയാങ്കിളിൽ വീണ്ടും മിസ്റ്റേക്ക് വരും. ട്രയാങ്കിൾ ഒന്നോടെ നോക്കി, ട്രയാങ്കിളിൽ B² + L² ആണോ ഒന്നോടെ നോക്കി. ഫാത്തിമ ഫൈറൂസ് ഒന്നോടെ. B/2 + L² = B/2 + L² = E². നമുക്കുള്ള റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. ദ റൈറ്റ് ട്രയാങ്കിൾ വി സ്റ്റഡീഡ് ഈസ് ലൈക്ക് ദിസ്. റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്കുള്ള സൈഡ്സ് എന്ന് പറയുന്നത്
ഇവിടെ b/2 ആണ്. ഇവിടെ L, ഇവിടെ E. മാറിപ്പോകരുത്. b/2 ആട്ടോ. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. സ്റ്റാൻഡ് ഹൈറ്റ് 12 ആണ്, നമുക്ക് ആ വാല്യൂ കൊടുക്കാം. ലാറ്ററൽ എഡ്ജ് 13 ആണ്, ആ വാല്യൂവും കൊടുക്കാം. ബേസ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ബൈ പൈതഗോറസ് തിയറം b/2 സ്ക്വയർ 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം. അവനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ b/2 സ്ക്വയർ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി കേട്ടോ. അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പോകേണ്ടതില്ല. പ്ലസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ഈക്വൽ ടു 169. b/2 square is equal to 169 minus 144, which is equal to 25. b/2 equal to root of 25, which is equal to 5 centimeter. b/2 5 ആണെങ്കിൽ b equal to 2 into 5 10 centimeter. കിട്ടിയായിരുന്നോ? ഓക്കെ, ഇനി ഒന്നുമില്ല. ബേസ് കിട്ടിയ പിന്നെ പണി വളരെ എളുപ്പമാണ്. സർഫസ് ഏരിയ is equal to b square plus 2bl. a ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തോളണം കേട്ടോ. ബിയിൽ ഇപ്പോൾ 10 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ എടുത്ത് എഴുതുക. ട്രയാങ്കിളിന്റെ കേസ് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് ആകെ ഒരു ഇത്തിരി പസിലിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. വേറെ യാതൊന്നും ഇവിടെ നമ്മൾ ചുറ്റിക്കാൻ പാകത്തിനില്ല. ആ ഒരു സംഗതി മാത്രമേ പസ്ലിംഗ് ആയിട്ടുള്ളൂ. സ്പീഡിനെ സിംപ്ലിഫൈ ചെയ്താൽ കഴിയാത്തവര് കിട്ടാത്തവര് വേഗം കംപ്ലീറ്റ് ചെയ്തേ. പെട്ടെന്ന് 30 seconds more to complete. 30 seconds more to complete. സ്കൂളിൽ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയോ? സ്കൂളിൽ ഫുള്ള് തീർന്നു. മാത്സ് ഫുള്ള് തീർന്നു. അടിപൊളി. ഇതിനെന്താ ഫൈനൽ ആൻസർ വന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്ന് പറഞ്ഞേ. ഫൈനൽ ആൻസർ ഹാരിസേ, എന്താണ് ഫൈനൽ ആൻസർ വന്നേ? 340 square centimeter. 340. 10 square 100 വരും. 2 into 10 20. 20 into 12 ചെയ്യുമ്പോൾ 240. 100 plus 240 ചെയ്യുമ്പോൾ 340 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. 340 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ എവരിവൺ. ശരി, ഒരു കാര്യം അതിനെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ഞാൻ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ്. ക്ലാസ് ടൈം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ടൈമിന്റെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി 6:15 ലോഗിൻ ചെയ്യാൻ നോക്കിയത്. 6 to 7 ആണ് ക്ലാസ്. 6 to 7. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരുന്നാൽ ക്ലാസ് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് മാറി പോകാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 6 to 7 ആകുമ്പോൾ. ഓക്കെ, വലിയ പ്രയാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. ഐ തിങ്ക് സോ. രണ്ടാമത്തെ സംഗതി, നിങ്ങളുടെ ഫോക്കസ് ഏരിയ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോക്കസ് ഏരിയ ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എനിവേ ഫോക്കസ് ഏരിയയിൽ ഇപ്പോൾ സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ ചെറിയൊരു ടോപ്പിക്ക് മാത്രം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൂ. പക്ഷേ നമ്മൾ മാക്സിമം ചാപ്റ്റർ ഫുള്ള് തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കും. ടൈം ഉണ്ടെന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കും. അതിന്റെ എയിം എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന പരിപാടി ഒരു തട്ടിപ്പാണ്. അത് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സാം നടത്തി കുറച്ച് മാർക്ക് നിങ്ങളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ 10ാം ക്ലാസ്സിന്റെ SSLC റിസൾട്ട് വന്നപ്പോൾ ട്രോളൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ? അപ്പോ ഒരു നെയിം സേക്കിന് വേണ്ടി എക്സാം നടത്താനുള്ള സെറ്റപ്പാണ് ഗവൺമെന്റ് ഒക്കെ നോക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ +1 ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. മാത്സ് അല്ല ഏത് സബ്ജക്റ്റും. കാരണം
ഇതിന്റെ നെക്സ്റ്റ് ലെവലാണല്ലോ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇവിടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പോർഷൻ ഫുൾ അങ്ങ് സ്കിപ്പ് ചെയ്തു. എന്റെ പ്ലസ് വണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂഷനിൽ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനൊരു ഇത് നിങ്ങൾക്ക് വരാതിരിക്കാൻ നമ്മൾ ഇത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവസാനം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴി എന്താണ്, അതൊക്കെ വേറെ. ഇതിപ്പോ നമ്മൾ കൺസെപ്റ്റ് പഠിക്കുക, കണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇത് കംപ്ലീറ്റ് തന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. റിമൈനിങ് വിൽ ഡിസ്കസ് ഓൺ ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir.